ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ലോഗാണേ. രാവിലെ പല്ല് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാർഡൻ ഒരു മാറ്റം. അപ്പോൾ ഉമ്മച്ചി രാവിലെ എണീറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ സൂപ്പറായിട്ട് കിടപ്പുണ്ട്. ഇത് ഇങ്ങനെ തൂക്കിയിടുന്ന ചെടിച്ചട്ടിയാണ്. ഇതെനിക്ക് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ കാച്ചിലിങ്ങനെ ഞാൻ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നട്ടിട്ട് എടുത്തപ്പോൾ 5 കിലോയുണ്ട്. അപ്പം ഈ പ്രാവശ്യം മാന്തണം. ഇതും ഒരു റോസ, അതിൻ്റെ മുട്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് പല ടൈപ്പിലെ ചെമ്പരത്തിയാണ്. കൂടുതലും ഇലച്ചെടികളാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത്. പല ടൈപ്പിലെ അടിക്കിൻ്റെ മഞ്ഞ കളറിലേക്ക് ചെമ്പരത്തിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഇത് മദറിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന കുറേ ചെടിച്ചട്ടികളാണ്. എൻ്റെ ഉമ്മച്ചിക്കും കൂടുതൽ താല്പര്യം ഇലച്ചെടികൾ വെക്കാനാണ്. പൂക്കളാകുമ്പോൾ ഒരു സീസണിലല്ലേ പിടിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു പൂ, അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനേ. പൂവില്ലെന്നല്ല, ഇച്ചിരി മുമ്പ് കാണിച്ചാൽ 10 മണി നല്ല രസമാണ് കേട്ടോ. പല കളറിലെ 10 മണിയുണ്ട് എൻ്റെ വീട്ടിൽ. ഇതെല്ലാം മാതാലിന് മേളിൽ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഓർക്കിഡുണ്ട്. അങ്ങനെ പല ടൈപ്പിലെ പൂ പിടിക്കുന്ന ചെടികളും ഉണ്ട്. എന്നാലും കൂടുതൽ ഇല ഉള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇതും പല ടൈപ്പിലെ ഇലച്ചെടികളൊക്കെയാണ് കേട്ടോ. ഇതൊരു താമരക്കുളം, ഇതിൻ്റെ അകത്ത് രാമ്പിലൊക്കെ നിൽപ്പുണ്ട്. ഇതും ഒരു റോസ്, നല്ല മണമാണ് കേട്ടോ. 2 ടൈപ്പിലേ ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ഇലച്ചെടികളും ഉണ്ടെന്നല്ല, ചില ചെടികളൊക്കെ ഉണ്ട്. ഇതൊരു ചെത്തിയാണ്. ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. ഇത് മാങ്ങാനാരയൊക്കെ വെട്ടമടിച്ചിട്ട് തിളങ്ങുന്നത്. ഇതേ പൂവൊക്കെ കണ്ട തിളങ്ങുന്നത്. ആ ഇലയൊക്കെ വെള്ളമൊക്കെ വീണ് സൂര്യപ്രകാശം അടിക്കുന്നത് നല്ലതായിട്ട് തിളങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിയൊരു ചെത്തിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് എൻ്റെ ഒരു ചെറിയൊരു ഗാർഡനാണേ. ഇപ്പം എന്താ പറഞ്ഞാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.